Hi, Makalay. Welcome back to Silent Learning. Here is your man behind your success. It's me, Ashik sir. Just blast. So, മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയി ലെറ്റ് സേവ് ഫോർ ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതാണ് ഏരിയ എന്നറിയോ? യെസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ്. വിവിധ തരം ബാങ്കുകളെ കുറിച്ചും ആ ബാങ്കുകളുടെ സ്പെഷ്യാലിറ്റീസ് സവിശേഷതകളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആ ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. സൈലം എൻ്റെ 6ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഇപ്പോൾ അടിപൊളിയായിട്ട് ഒരു ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വജ്ര എൻഗെയിം 2.0. സോ ഈ ഒരു ബാച്ചിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ മക്കളെ, കേരളത്തിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെയോ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി എന്താണ് നിങ്ങളുടെ ചാപ്റ്റേഴ്സും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയതാണ്. സോ പുതിയ പാറ്റേണിലുള്ള നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഡൗട്ടും ക്ലിയർ ചെയ്യാനുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റും എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ബാച്ചാണ്. സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, മാക്സിമം ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്കുകൾ അല്ലെ, 3 തരത്തിലാണ് നമ്മൾ ബാങ്കുകൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അഥവാ വാണിജ്യ ബാങ്കുകൾ. ഓക്കെ, ഒന്നെന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അഥവാ വാണിജ്യ ബാങ്ക്. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. എന്താണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് അഥവാ സഹകരണ ബാങ്കുകൾ. എന്താണ് സഹകരണ ബാങ്കുകൾ. ഓക്കെ, ദെൻ തേർഡ് വൺ എന്താണ്? തേർഡ് വൺ ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. ഓക്കെ, വികസന ബാങ്കുകൾ. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഓരോന്നിന്റെയും സ്പെഷ്യാലിറ്റീസ് നിങ്ങൾക്ക് എക്സാമിൽ ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിന്റെ സ്പെഷ്യാലിറ്റീസ് നോക്കാം. ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏതാണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്, വാണിജ്യ ബാങ്കുകളാണ്. ഓക്കെ, ഈ വാണിജ്യ ബാങ്കുകളുടെ സ്പെഷ്യാലിറ്റി നോക്കാം. ഓൾഡസ്റ്റ് ബാങ്ക്സ് വിത്ത് എ വൈഡ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരുപാട് ശാഖകളുള്ള ഏറ്റവും പഴയ ബാങ്കുകളാണ് ബേസിക്കലി വാണിജ്യ ബാങ്കുകളിൽ വരുന്നത്. ഓക്കെ, സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല വാണിജ്യ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ് എന്നൊരു 1 വേർഡ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്താ ആൻസർ ചെയ്യണം? യെസ്, നിങ്ങൾ ഒന്ന് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ബോക്സിൽ ആൻസർ ചെയ്ത് നോക്കിയേ. ഏതാണ് ആൻസർ വരുന്നത്? വിത്ത് ലാൻഡ് ഇമോജി ആൻസർ ചെയ്യണം കേട്ടോ. ഏതാണ്? SBI ആണ്. ഓക്കെ, SBI ആണ് ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ. സെറ്റ് ആണല്ലോ? യെസ്. ഓക്കെ, സോ നോർമലി എല്ലാ ബാങ്കും ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു ബാങ്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കോപ്പറേറ്റീവ് ബാങ്ക്സിലേക്ക് വരാം. ഓക്കെ, എന്താണ് ഈ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ സ്പെഷ്യാലിറ്റി? സ്റ്റാർട്ടഡ് ടു പ്രൊവൈഡ് ലോ ഇൻട്രസ്റ്റ് ലോൺസ്. കുറഞ്ഞ പലിശയിൽ ലോണുകൾ, വായ്പകൾ നൽകാൻ വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് സഹകരണ ബാങ്കുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലെ, ആ പേര് തന്നെ ഉണ്ട്, കുറച്ച് സഹകരണം ആവശ്യമാണ് അല്ലെ. യെസ്, സോ ഇതിന്റെ ടാർഗറ്റ് ഗ്രൂപ്പുകൾ ആരൊക്കെയാണ്? ഇതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്? യെസ്, കർഷകരുണ്ട് അല്ലെ, ഫാമേഴ്സ് ഉണ്ട്. പിന്നെ ആരാണ്? ആർട്ടിസൻസ് അല്ലെ, കരകൗശല വിദഗ്ധരുണ്ട്. അതേപോലെ തന്നെയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ഉണ്ട് അല്ലെ. യെസ്, ചെറുകിട വ്യവസായികളുണ്ട്. പോളി സെറ്റ്. സോ ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് കാര്യം എന്താണ്? പ്രൊമോട്ട് സെൽഫ് ഹെൽപ്പാണ് അല്ലെ. സ്വയം സഹായവും മ്യൂച്വൽ ഹെൽപ്പും, പരസ്പര സഹായവും പിന്തുണയ്ക്കുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ ആയല്ലോ? യെസ്. പിന്നെന്താണ്? എൻകറേജ് സേവിങ് ഹാബിറ്റ്സ് അല്ലെ, നമ്മുടെയൊക്കെ എന്താണ് സമ്പാദ്യശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്. ഇനി കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ അടുത്ത കാര്യം എന്താണ്? ഇൻക്രീസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ. ഇൻവെസ്റ്റ്മെന്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതിന് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ദെൻ എന്താണ്? സ്വകാര്യ പണമിടപാടുകാരുണ്ട് അല്ലെ, അവരുടെ ഒരുപാട് ചൂഷണങ്ങളുടെ വാർത്തകൾ എൻ്റെ മക്കൾ കേൾക്കാറുണ്ടാവും അല്ലെ. യെസ്, സോ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് മണി ലെൻഡേഴ്സിന്റെ എല്ലാവിധ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ടീംസും കൂടിയാണ് ആര്? കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. നിങ്ങൾക്ക് മാച്ച് ദ ഫോളോവിങ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ മക്കൾ എന്ത് ആൻസർ ചെയ്യണം? കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് കേരള ബാങ്ക് ആണ്. ഏതാണ്? കേരള ബാങ്ക് കേട്ടോ. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് ആൻസർ ചെയ്യുക കേട്ടോ. യെസ്, സോ പിന്നെ റൂറൽ ഏരിയയിലും അതേപോലെ തന്നെ അർബൻ ഏരിയാസിലും നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട് അല്ലെ. ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഉണ്ട്. സോ ഈ റൂറൽ ഏരിയയിൽ നമ്മൾ എന്ത് പറയും? റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്. എന്താണ്? റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്.
എന്നാൽ അർബൻ ഏരിയാസിലുള്ള നമ്മൾ എന്ത് പറയും? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, സെറ്റ്. ഇനി ലാസ്റ്റ് വൺ ഏതാണ്? ഡെവലപ്മെന്റൽ ബാങ്കുകൾ. ഏതാണ്? ഡെവലപ്മെന്റൽ ബാങ്കുകൾ, വികസന ബാങ്കുകൾ അല്ലെ. പേര് തരണ്ട് മേജർ ആയിട്ടുള്ള വികസനങ്ങൾക്കൊക്കെ ആയിരിക്കും ഈ ഒരു ബാങ്ക് ഹെൽപ്പ് ചെയ്യുക അല്ലെ. സോ പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ആണ്. ഓക്കെ, ദീർഘകാല വായ്പകൾ നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. അടുത്ത കാര്യം എന്താണ്? വ്യാവസായിക, വാണിജ്യ, കാർഷിക മേഖലകൾക്ക് ഇതെന്ത് ചെയ്യുന്നു? സേവനം നൽകുന്നു. കുറച്ചുകൂടി ലാർജ് സ്കെയിലിലായിരിക്കും ബേസിക്കലി ഇതിന്റെ ഒരു പ്രവർത്തനം വരുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ എക്സാമ്പിൾസ് ചോദിക്കും. എക്സാമ്പിൾസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിങ്ങനെ സ്റ്റാർ ഇട്ട് വെച്ച് പഠിച്ചു. ഏതാണ്? യെസ്, IFCIയും ആൻഡ് ഓഫ് കോഴ്സ് നെബാർഡും ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോയിൽ പഠിക്കാനുള്ളത്. എന്റെ മക്കളൊക്കെ എന്ത് ചെയ്യുക? മാക്സിമം ഈ പോയിന്റ്സ് പഠിച്ചു പോവുക. ആനുവൽ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അടിപൊളി വേറെ ലെവലായിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. യുവർ ക്ലാസ് ഇസ് ഓവർ, ബട്ട് the roar of learning never ends. This is your man, Ashik sir, just signing off. Thank you. Bye.